മുതലപ്പുഴയിൽ മണൽ നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് ദുരിത ജീവിതം അനുഭവിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഉപജീവനമാർഗം വഴിമുട്ടിയ മത്സ്യത്തൊഴിലാളികൾ തീരം വിട്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ്. അഖിൽ പാലോട്ടുമഠം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ മണൽത്തിട്ടയാണ് മുതലപ്പുഴയിലെ മത്സ്യബന്ധനത്തിന് തടസ്സമായി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ 7 ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് ജീവന് ഭീഷണിയാകുന്നത്. കടലും കായലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പ്രദേശത്തെ മണൽ കയറി നിൽക്കുന്നതാണ് മത്സ്യബന്ധനത്തിന് ഏറെ ബുദ്ധിമുട്ടായി മാറുന്നതെന്നതാണ് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ജനജീവിതം ഇത്രയുമധികം ബുദ്ധിമുട്ടിലായിട്ടും മണൽ വാരുന്നതിൻ്റെ വേഗത വർദ്ധിപ്പിക്കാനോ അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളിൽ മാറ്റം വരുത്താനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജീവൻ പണയം വെച്ച് കുടുംബം നോക്കുന്നതിലേക്ക് വേണ്ടിയാണ്, ഉപജീവനം നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ കടലിലേക്ക് ഇറങ്ങുന്നത്. ജീവിതത്തിൽ അനുഭവിക്കാത്ത ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസുകാരും ഇവരുടെ കൂട്ടമുള്ളതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത് ഇറക്കി പോകുന്നത്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് വരാൻ പറ്റൂല. ഇത് ഹാർബർ പിന്നെ റെഡി ആയല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റൂല. ഇപ്പോൾ ഈ പോലീസുകാർ കൂട്ടമുള്ളതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഈ 2 ആഴ്ച കൊണ്ട് ഞങ്ങളെ മക്കളെ വളർത്താൻ പറ്റാതെ ഞങ്ങൾ പട്ടണി കിടക്കുകയാണ്. ഇവിടെ ഈ 2 ആഴ്ച കൊണ്ട് ഞങ്ങൾ ഇത് മൂടി ഞങ്ങൾ പട്ടണി കിടക്കുകയാണ്. ഇതിനെക്കാട് പിന്നെ എന്തൊരു ബുദ്ധിമുട്ട് പാടണം. തമിഴ്നാട് ഉള്ളതാണ്. ഒരു ദിവസം ഇവിടെ എഞ്ചിൻ കംപ്ലൈൻറ്റ് പിടിച്ചതാണ്. പിന്നെ ഒരാഴ്ചയായി പുറത്തിറങ്ങാൻ പറ്റാതെ കിടക്കുന്നു. എന്തൊരു ചെയ്യാം. എല്ലാവരും ഉപജീവന മാർഗം തന്നെ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയുന്നു. എന്തൊരു ചെയ്യണം ഞങ്ങൾ? മത്സ്യത്തൊഴിലാളി ഇതാണ് ഇപ്പോൾ പറഞ്ഞ പാട് കണ്ടില്ല. മത്സ്യത്തൊഴിലാളി ഇവിടെ നിന്ന് പോകുന്ന പാട് കണ്ടില്ല. ഇതാണ് ഭയങ്കര പാട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി എത്തുന്ന തൊഴിലാളികളും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മത്സ്യബന്ധനം നടത്താൻ കഴിയാതെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു മടങ്ങാൻ പോലും തയ്യാറെടുക്കുന്നവരുമുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. നാട്ടിൽ പോയിരുന്നാൽ ഞങ്ങൾക്ക് ഇതുപോലെ ഇവിടെ അടിക്കുന്ന കടൽ കണ്ട നിങ്ങൾ ഇതുപോലെ വരുന്ന കണ്ട ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാണ്. അവിടെ ഇതിൻ്റെ ആയിട്ട് പ്രശ്നമാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ പണിക്ക് ഇനിയും പോകാൻ പറ്റത്തില്ല. ഇവിടെ എന്തെങ്കിലും നല്ല രീതിക്ക് അവർ ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലത്. ഇവിടെ വന്നിട്ട് ഇപ്പം വള്ളം തള്ളാൻ എനിക്ക് കൈകാലെല്ലാം പേടിയാണ്, ഭയങ്കര പേടിയായി. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. എൻ്റെ തമിഴ്നാടാണ്, ഈ കുളച്ചൽ എൻ്റെ സ്ഥലം. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ ഇത്ര വെപ്രാളം ഉണ്ടാവണം. ഇവിടുത്തെ പണിക്കാർ മത്സ്യത്തൊഴിലാളികൾ പിന്നെ എങ്ങനെയൊക്കെ അതൊന്നും അറിയാൻ പാടില്ല. ആർത്തിരമ്പി വരുന്ന ഈ കടൽ തിരമാലകളെ മുറിച്ചു കടന്നാണ് സ്വന്തം ജീവനും കയ്യിൽ പിടിച്ച് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പോകുന്നത്. ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ സർക്കാർ കാണുന്നില്ലേ എന്നതാണ് പ്രധാനമായ ചോദ്യം. കണ്ടാൽ എന്ത് നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നതാണ് മറുചോദ്യം. വേഗത്തിൽ നടപടി സ്വീകരിച്ച് ഇവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരോട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും കനിവുള്ള നടപടി. അതിവേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക തന്നെ വേണം. മുതലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ അനൂജാനാവൂരിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.